ഹായ് ഫ്രണ്ട്സ്, BK വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരികയാണ്. ഈ സ്ഥലം എവിടെയാണെന്ന് വല്ല പരിചയമുണ്ടോ? ഇതാണ് നമ്മുടെ ബ്ലാവനക്കടവ്. കുട്ടമ്പുഴ പുഴയിലേക്കൊക്കെ വെള്ളം വരുന്നത് ഇവിടെ നിന്നാണ്. ഇതിങ്ങനെ പൂയംകുട്ടി കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലമാണിത്. ഞങ്ങളിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നേക്കുവാണ്. അവരൊക്കെ ഇവിടെ കാറായിട്ട് അവിടെ ബാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പുഴയുടെ സൗന്ദര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നടുക്കിൽ നിന്നിങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. ഈ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും വെള്ളം പൊങ്ങി വരും. അപ്പോൾ ഇതിൽ വണ്ടിയൊന്നും പോകാൻ പറ്റില്ല. കണ്ടതേ, ഇത് ഇപ്പോൾ ഒത്തിരി താഴെയാണ് വെള്ളം കിടക്കുന്നത്. മരത്തടികളൊക്കെ ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുന്നുണ്ടോ? ഇതൊക്കെ മരത്തടികൾ ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുന്നതാണ്. കാട്ടിലുള്ള മരങ്ങൾ മറഞ്ഞു കഴിയുമ്പോൾ അത് നേരെ ഇങ്ങനെ പുഴയിലൂടെ ഒഴുകി വന്ന് ഇങ്ങനെ കിടക്കും. ഈ പ്രദേശമാണ് ബ്ലാവനക്കടവ് കേട്ടോ. ഞങ്ങളൊന്നിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകുന്നേരം ഇറങ്ങിയതാണ്. അതിമനോഹരമായ കാഴ്ച തന്നെയായിട്ട് ഇതൊക്കെ ഒന്ന് വന്ന് കാണണം. നല്ല മഴ പെയ്തിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ വന്ന് കാണാൻ ഭയങ്കര രസമായിരിക്കും. ഷാജനുണ്ട്, അതുപോലെ എൽദോസ് ഉണ്ട്, ജോബി ഉണ്ട്. ഇങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ്. വളരെ പ്രകൃതി രമണീയമായ ഒരു അനുഭൂതിയായിട്ട് ഇവിടെ. നല്ല കാലാവസ്ഥയും നല്ല ശുദ്ധവായു ഒക്കെയാണ് ഇവിടെ. ജോബിയൊക്കെ പണ്ട് ഇതിലെ യാത്ര ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ്. ചീനി ഉണ്ടോ? അതിഭയങ്കരമായ ഒരു മരം കേട്ടോ. അത് ഇത് നിറയെ ആൾക്കാർ ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര രസമാണ് ഇവിടെ. നല്ല പ്രകൃതി ഭംഗി, കാടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാം. അടിപൊളി. ഇത് മണികണ്ഠചാല സെന്റ് മേരീസ് പള്ളി, കത്തോലിക്ക പള്ളി. ഞങ്ങളിങ്ങനെ ഒരു പ്രകൃതി സുന്ദരമായ ഗ്രാമം, അതായത് മണികണ്ഠചാലിലെത്തിയേക്കുവാണ്. മണികണ്ഠചാലിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെയാണ് ഈ കാണുന്നത്. പക്ഷെ അതിലൊക്കെ ഏറെ ശ്രേഷ്ഠമായി ഒന്നുണ്ട്. നമ്മുടെ യാക്കോബായ സുറിയാനി പള്ളി ഇവിടെ ഇപ്പോൾ പുതുതായിട്ട് ഇവിടെ ആളുകൾ പണിയിപ്പിച്ചിട്ടുണ്ട്. ആ പള്ളി നിങ്ങളെ കാണിച്ചു തരാം. ഇതാട്ടോ ആ പള്ളി. ഇതാണ് മണികണ്ഠചാൽ യാക്കോബായ സുറിയാനി പള്ളി. കുറച്ചിടവ മാത്രമുള്ളതായ ഒരു പള്ളിയാണിത്. എങ്കിലും വളരെ പരിശുദ്ധമായി ആ പള്ളി പണിയുവാൻ ഇവിടെയുള്ള ആളുകൾക്ക് സാധിച്ചു. ഉണ്ടോ? അപ്പോൾ അങ്ങനെ ഭംഗിയായിട്ട് ആ പള്ളി പണിതിട്ടുണ്ട്. കൊള്ളാം. ഞങ്ങൾ പള്ളി കയറി ഒന്ന് പ്രാർത്ഥിക്കട്ടെ കേട്ടോ. അതുകൊണ്ട് വരാം. ഓക്കെ. ഇതാണ് മണികണ്ഠചാലി പള്ളിയുടെ ഉൾവശം. ചെറിയ പള്ളിയാണെങ്കിലും വളരെ മനോഹരമായിട്ട് ആ പള്ളി ക്രമീകരിച്ചിരിക്കുക കേട്ടോ. യാക്കോബായ സഭയിലെ പൂർവ്വപിതാക്കന്മാരുടെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളായിരുന്നു ഈ പ്രദേശങ്ങളിൽ പള്ളി വേണമെന്നുള്ളത്. നമ്മുടെ ബാവയും നമ്മുടെ തിരുമേനി യൂലിയസ് തിരുമേനിയൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്ത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയേറെ കഷ്ടപ്പെട്ടത്. അനേകം ആളുകളുടെ സാമ്പത്തിക സഹായവും അതുപോലെ പരിശ്രമത്തിൻ്റെയും ഫലമായിട്ടാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പള്ളി സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചത്. എന്നും വളരെയേറെ വിശുദ്ധിയോടെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെല്ലുമ്മയ്ക്കായിട്ട് ഇവിടെ പള്ളി പണിയാനൊക്കെ കൂടി വെല്ലുമ്മയാണ്. ഇത്രയും പ്രായത്തിലും വിശ്വാസത്തിന്റെ അതിതീക്ഷ്ണതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വെല്ലുമ്മ. ആനക്കുളം എന്റെ പേര് പണ്ട് പറഞ്ഞല്ലോ.
മണികണ്ഠൻ ചപ്പാത്തിൻ്റെ മുകളിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അതിമനോഹരമായ പ്രകൃതി ഭംഗിയാട്ടോ. ഇത് രസമായി. ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉണ്ട്, താമസിക്കാൻ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കൂടാതെ കള്ള് ഷാപ്പുണ്ട്. ഇതാണ് നമ്മുടെ രാജപാത കേട്ടോ. ഇവിടുന്ന് നേരെ പിണ്ടിമേട്, ആനക്കുളം, മാങ്കുളം വഴി പോകും. നമ്മളിപ്പോൾ ബ്ലാവന കടത്തുനിന്ന് കാണാം. കാണിച്ചു തരാം. ഇതാണ് കടത്തിലേക്കുള്ള വഴി. ഒത്തിരി കുടികളുണ്ട് കണ്ടോ. ഹാങ്ങിങ് ഫെൻസിങ് ഇട്ടാണോ. ആന വന്നു കഴിഞ്ഞാൽ ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ ആനയുടെ മെത്തും മുട്ടും കറണ്ട്. അപ്പോൾ അതുകൊണ്ട് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാങ്ങിങ് ഫെൻസിങ്. ഞങ്ങളിങ്ങനെ ഇതാണ് ബ്ലാവന കടത്ത് കണ്ടോ. അതെ, അവിടെ നിന്ന് ജീപ്പ് ഒരെണ്ണം വരുന്നുണ്ട് കേട്ടോ. കാണാം. നമ്മുടെ വള്ളമാണ്, ആളുകൾക്ക് സഞ്ചാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണത്. അതെ, അങ്ങനെ കുറേ വള്ളങ്ങൾ കിടപ്പുണ്ട് ഇവിടെ. കണ്ടോ, ഈ കയറിങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിൽ 2 വള്ളം ചേർത്ത് വെച്ചിട്ട് അതിന് മുകളിൽ ജീപ്പ് കയറ്റി നിർത്തിയേക്കുവാണ്. ആ കയറയിൽ പിടിച്ച് ഇങ്ങനെ പോരും. വളരെ പ്രതികൂല കാലാവസ്ഥയിൽ ഇവിടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടെ ഒരു ഭയങ്കരമായ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഇവിടെ ഒരു പാലം വേണമെന്നുള്ള ശക്തമായ പ്രതിഷേധമുണ്ട്. എത്രയും വേഗം ഇവിടെ പാലം നിർമ്മിക്കുവാൻ നമ്മുടെ സർക്കാർ വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരണം ഒരു ഗ്രാമം മൊത്തം ഒറ്റപ്പെട്ടു പോകുന്നതായ ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം എത്തിക്കഴിഞ്ഞാൽ യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു പുതിയ വെള്ളമായിട്ടാണ് കാണുന്നത് കണ്ടോ. കണ്ടോ, ജീപ്പൊക്കെ വന്നാണ്ടോ. കടത്തിലിങ്ങനെ കൊണ്ടുവരുന്നതാണ്. 2 വഞ്ചി തമ്മിൽ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോം അടിച്ച് അതിൻ്റെ മുകളിലാണ് ജീപ്പ് കയറ്റി വെച്ചിരിക്കുന്നത്. കണ്ടോ, അത് അവിടെ നിന്ന് തിരിക്കുകയാണ്. ആ വഞ്ചിയുടെ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതായ മാനുഷികമായ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. ചെന്നാ കോല് കൊണ്ട് കുത്തിയിട്ട് തിരിക്കുകയാണ്. ഇവിടെ ഒരു പാലം അത്യാവശ്യമാണ്. അതാണ് ആളുകളുടെ ആവശ്യം. രണ്ട് വള്ളം നമ്മൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോം അടിച്ചേക്കാണ്. പ്ലാറ്റ്ഫോം അടിച്ച് അതിൻ്റെ ഉള്ളിലാണിത് വഞ്ചി കയറ്റി ഇരുന്നത്. ഒരു ഫോട്ടോ എടുത്തോ ഞങ്ങളിന്ന്. കാർ അങ്ങോട്ട് പോട്ടാ. ഫോട്ടോ ചെങ്ങാടത്തിലൂടെ ബോട്ട് വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഇപ്പം ഞങ്ങളിനി അവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ചേലാട് തെക്കേക്കുറിശി ഇങ്ങ് വരും കേട്ടോ. അവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. അവിടെ പോയി കുറേ നേരം പ്രാർത്ഥിച്ചു. ഭയങ്കര ഒരു സുഖവും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതുമായ ഒരു ദൈവിക അനുഭവമുള്ള സ്ഥലമാണത്. ഒത്തിരി ആളുകൾ അവിടെ വരുന്നുണ്ട്. നിങ്ങളും വല്ലപ്പോഴൊക്കെ ചേലാട് തെക്കേക്കുറിശി പോവുക, പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.